സ്വന്തമായി വരികൾ എഴുതി സംഗീതം നൽകി റാപ്പ് സോങ് ഒരുക്കിയ ഒരു കുഞ്ഞു റാപ്പറെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. കാസർഗോഡ് ചായോം ഗവൺമെന്റ് സ്കൂളിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കയ്യൂർ സ്വദേശി ദേവനന്ദനാണ് ഈ കൊച്ചുമിടുക്കൻ. സ്വന്തമായി വരികൾ എഴുതി സംഗീതം നൽകി റാപ്പിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ഒരു കുഞ്ഞു മിടുക്കനെ കാണാം. അതിനുമുമ്പ് ആദ്യം നമുക്ക് ആ പാട്ടൊന്ന് കാണാം. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. കുഞ്ഞുമിടുക്കനെ കണ്ടേ, ദാ ഇപ്പൊ എന്റെ കൂടെയുണ്ട് കയ്യൂരിലെ ദേവനന്ദ്. മോനെ, എങ്ങനെയുണ്ട്? പാട്ടൊക്കെ ഉഷാറായല്ലോ, അടിച്ച് പൊളിച്ച് തിമിർത്തല്ലോ. എന്താണ് പാട്ട് എഴുതാൻ കാരണം? അത് ഞാനെപ്പോഴും ഇങ്ങനെ ലാപ്ടോപ്പിലെല്ലാം ഓരോരാളെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് ആണൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ട് കേട്ട് അങ്ങനെ എഴുതി. ആരാണ് ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്? പാട്ട് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് ഒരുക്കിയത്? അത് പാടിയത് രചന, ആലാപന, സംഗീതം ഞാൻ തന്നെയാണ്. അതിൻ്റെ മ്യൂസിക് സുദർശൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പൈസ അച്ഛൻ കൊടുത്തു. എങ്ങനെയാണ് മോനി, റാപ്പ് സോങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ? റാപ്പ് സോങ്ങും സിനിമാ പാട്ട് അധികം പാടില്ല, അധികം റാപ്പ് സോങ്ങാണ്. ഈ റാപ്പ് സോങ് അങ്ങനെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? അത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ എന്തെല്ലോ പറയലെല്ലാം ഉണ്ട്. ഇങ്ങനെ പാടാം, അപ്പോൾ വരിയല്ലോ വേറെ എന്തെല്ലോ തെറ്റിയിട്ടെല്ലാം ഉണ്ടാവും. ഇങ്ങനത്തെ മറ്റേ പാട്ടെല്ലാം കാക്കേ കാക്കേ അങ്ങനത്തെ എല്ലാം വേറൊരു പാട്ടെല്ലാം ഉണ്ടായി, അതെല്ലാം പാടിയിട്ടുണ്ടായി. ഇപ്പോൾ ഇങ്ങനെ കേട്ട് കേട്ട് അങ്ങനെ വന്നു. എങ്ങനെയാണ് റാപ്പിന്റെ ലോകത്തേക്ക് വരുന്നത് അല്ലേ? ആ, കുറേ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ റാപ്പ് സോങ്? ഇല്ല, ഒന്ന് ഇതിന് ആ സ്റ്റുഡിയോയിൽ പോയാൽ തന്നെ വന്നിട്ട് വേറൊരു പാട്ടും കൂടെ എഴുതി. ഒന്നാമത്തെയാണ് ഇപ്പൊ നമ്മള് വെളിച്ചം കണ്ടത് അല്ലേ? ഇനി കുറേ റാപ്പ് സോങ് ഒക്കെ എഴുതണോ? എഴുതും എഴുതും. എന്തായാലും നമ്മള് പൊളിച്ച് തിമിർക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയേക്കാണ് അല്ലേ? അതെ. ഈ റാപ്പർമാരെ പരിചയമുണ്ടോ മോന്? കുറേ ആളുണ്ട്. അത് കുറച്ച് മലപ്പുറത്തവരാണ്. MHR, ലെൽപ്പയ്യൻ, ജോക്കർ, ഇഫി, SA, ഡെപ്സി, നീരജ് വാദവ്, ബേബി ജി. ഇവരൊക്കെ കാണാറുണ്ട്? ആ, ഇവരെല്ലാം. പിന്നെ മ്യൂസിക്കറും കാണും, ഓരോരോ മ്യൂസിക്കർ. അങ്ങനത്തെ അസ്വിൻ, അബുസ് റോ. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെയല്ല, എല്ലാ റാപ്പർമാരും ഒരുപോലെയാണ്. ഒരാളെ എന്നല്ല, റാപ്പ് സോങ് ആണ് ഇഷ്ടം അല്ലേ? അതിന്റെ ഒരു വൈബ്. അതെ. മോന്റെ സ്വപ്നം എന്താ? റാപ്പ് സോങ് ആണ്. പിന്നെ കളക്ടർ, റാപ്പ് പാടുന്ന കളക്ടർ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇപ്പൊ ഈ ഒരു റാപ്പ് സോങ് അങ്ങ് പുറത്തിറക്കിയപ്പോ ഈ സ്കൂളിലെ കൂട്ടുകാരും അധ്യാപകരും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞേ? അച്ഛനും അമ്മയെല്ലാം ഞാൻ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ടായി. നമുക്ക് അച്ഛനും അമ്മനെ കൂടി ഒരുമിച്ച് വിളിച്ചാലോ? അപ്പൊ കുഞ്ഞു റാപ്പറുടെ അച്ഛനും അമ്മയും എന്താ ഒരുമിച്ചുണ്ട്. പ്രദീപ്, മിനി. ഈ മോനി പാട്ട് എപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്? ഏകദേശം ഒരു 2 വർഷം മുമ്പ് തന്നെ പാട്ട് പാടാൻ തുടങ്ങി. റാപ്പന്നെ. ഞാൻ പറഞ്ഞ ഈ സംഗീതമല്ല പഠിക്കുന്നു. അപ്പോൾ അല്ല, ഇതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ഞാൻ പഠിക്കാൻ സ്ഥിരം പോകും, പക്ഷെ പാടുന്ന ഇതാണ്. അപ്പോൾ ദേവനന്ദിന്റെ ഒരു റാപ്പ് സോങ് കേൾക്കണ്ടേ നമുക്ക്? ഒന്ന് പാടുവോ? ഇപ്പൊ ഇറങ്ങിയതോ? പറഞ്ഞു കരഞ്ഞു തല പറഞ്ഞു മടുത്ത് മല, പറഞ്ഞു കരഞ്ഞു തല പറഞ്ഞു മടുത്ത് മല, മോന്തക്ക് തൊള്ളാക്ക് മണ്ടാക്ക് കിട്ടും, പിന്നെ എൻ്റെ മാർക്കും കംപ്ലീറ്റഡ്. റാപ്പിന്റെ ലോകത്ത് തന്നെ കുറെ വിസ്മയം തീർക്കാനാണ് തീരുമാനം അല്ലേ? ഏതായാലും റാപ്പ് തുടരണമെന്ന് തന്നെയാണ് ദേവനന്ദിന്റെ തീരുമാനം. റാപ്പിന്റെ ലോകത്ത് വലിയൊരു വിസ്മയം തീർക്കാൻ ഈ കുഞ്ഞ് റാപ്പർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കയ്യൂരിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.